നമസ്കാരം. ഭാഗ്യം എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ചില സമയങ്ങളിൽ ഭാഗ്യം നമ്മളിലേക്ക് എത്തണമെങ്കിൽ അതിനെ തേടി പോകേണ്ടതും അത്യാവശ്യമാണ്. തേടി പോകേണ്ടതെന്ന് പറയുമ്പോൾ എവിടേക്കാണ് തേടി പോകേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കും. അതിനായി ചില മാർഗങ്ങൾ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ഭാഗ്യത്തോടു കൂടിയാണ്. എന്നാലും ചില ആളുകൾക്ക് അത് ജന്മനാ തന്നെ ആ യോഗം തെളിയുന്നതാണ്, ഭാഗ്യം അനുഭവിക്കാനുള്ള. എന്നാൽ ചില ആളുകൾക്ക് ചില വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ആ ഭാഗ്യം അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായി സാധിക്കൂ. നമ്മൾ ഏറ്റവും സമയം ചിലവഴിക്കുന്നത് നമ്മുടെ ഗൃഹത്തിലാണ്. ആ ഗൃഹത്തിൽ നമ്മുടെ ഭാഗ്യത്തെ കടാക്ഷിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ നമുക്ക് വയ്ക്കാവുന്നതാണ്, സ്ഥാപിക്കാവുന്നതാണ്. അതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരുന്നതിന് സഹായകവും ആകുന്നു. അങ്ങനെ ചില വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന നിമിത്തം നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുകയും ജീവിതത്തിലേക്ക് ഒരു പുതുമ, ഒരു വെളിച്ചം, ഒരു നേട്ടം, പ്രകാശം ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഭവനത്തിൽ അത് എത്രയും വേഗം കൊണ്ടുവന്ന് വയ്ക്കാമെങ്കിൽ അത്യുത്തമമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കടങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും, ദാരിദ്ര്യ ദുഃഖം നിങ്ങളെ വിട്ട് അകന്നു പോകും, മനസ്സിന് സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ദുഃഖങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും, ഐശ്വര്യം കടന്നു വരും. നല്ല കാര്യങ്ങൾ നടക്കാൻ ഈ കുറച്ച് വസ്തുക്കൾ പറഞ്ഞു തരാം. അത് വയ്ക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ്. എല്ലാവിധ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുമെന്നതിൽ സംശയം വേണ്ട. സമ്പത്ത് അതില്ലാത്തൊരവസ്ഥയാണ് നിങ്ങളെ ഇത്രയും അധികം ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നത്. അപ്പോൾ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഇല്ലാതാവുകയും മനസ്സിന് സമാധാനം ഉണ്ടാവുകയും സന്തോഷമായി ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ളതും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുമായ പല കാര്യങ്ങളുണ്ട്. അത് പോസിറ്റീവ് എനർജി നൽകുന്നവയുമാകാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം നൽകുന്നവയുമാകാം. അപ്പോൾ വീട്ടിൽ അലങ്കാരമായി ചില പെയിന്റിങ്സുകൾ സൂക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ. അങ്ങനെ ചില പെയിന്റിങ്സുകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തിനായിരിക്കും ഇവരിങ്ങനെ ഇത് വാങ്ങിച്ചു വെക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് മേന്മയുണ്ടാകാൻ പോകുന്നത്. എന്നാൽ അറിഞ്ഞുകൊള്ളൂ, അതൊക്കെ ഒരു വാസ്തു ശാസ്ത്രപരമായി മനസ്സിലാക്കിയതിനു ശേഷം വയ്ക്കുന്ന പെയിന്റിങ്സുകളാണ്. അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്നത് അവർ പുറത്തു പറയുകയുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പെയിന്റിങ്സുകൾ അല്ലെങ്കിൽ കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഗൃഹത്തിൽ വയ്ക്കുന്നത് നിമിത്തം നിങ്ങളിലേക്ക് ഭാഗ്യം അധികമായി ലഭിക്കുന്നതിനും നിങ്ങളുടെ വീട്ടിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതിനും സഹായിക്കും. അങ്ങനെയുള്ള കുറച്ച് വസ്തുക്കളെ കുറിച്ച് പറഞ്ഞു തരാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കണ്ട. അതിൽ ആദ്യമായി വയ്ക്കാൻ ഏറ്റവും ഉത്തമമായത് കുതിരയാണ്. കുതിരയുടെ ചിത്രമുള്ള പെയിന്റിങ്സുകൾ വാങ്ങിക്കാനായി ലഭിക്കുന്നതാണ്. അത് കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കുന്നത്, അതും തെക്ക് ദർശനമായിട്ട് വയ്ക്കുന്നതാണ്. അശ്വത്തിന്റെ ചിത്രമാണെങ്കിൽ അത് തെക്ക് ദർശനമായി വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ധൈര്യമുണ്ടാകും, സ്ഥിരത വർദ്ധിക്കും, ശക്തിയുടെ ഒക്കെ പ്രതീകമായതാണ് ഈ കുതിര. അതുകൊണ്ട് തന്നെ ആ വ്യക്തികളിലും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഉള്ള അംഗങ്ങൾക്കൊക്കെയും അതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ കുതിരയുടെ, അതായത് കുതിക്കുന്ന അശ്വത്തിന്റെ ചിത്രം തെക്ക് ദർശനമായി വെക്കുന്നത് ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ വാങ്ങിക്കാൻ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നിങ്ങളുടെ ഗൃഹത്തിൽ വയ്ക്കുന്നത് ഉത്തമമാണ്. അടുത്തത് പൂക്കൾ. നമുക്ക് കണ്ണിന് ഇമ്പം നൽകുന്നതാണ് പൂക്കൾ. അങ്ങനെ പൂക്കളുടെ ചിത്രം അല്ലെങ്കിൽ പൂക്കളുടെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് നിമിത്തം ഭാഗ്യം വരുന്നതിന് സഹായിക്കും. ഗൃഹത്തിലെ പ്രതികൂല അന്തരീക്ഷത്തെയൊക്കെ അനുകൂലമാക്കി മാറ്റുന്നതിന് ഈ ഫ്ലോറൽ പെയിന്റിങ്സ്, പൂക്കളുടെ ചിത്രം ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് നിമിത്തം സാധ്യമാകുന്നതാണ്. കാള ശക്തിയുടെയും വേഗത്തിൻ്റെയും സംയോജിത രൂപമാണ് കാള. ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം, അല്ലെങ്കിൽ വീട്ടിലോ കാളയുടെ ചിത്രം വയ്ക്കുന്നത് ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതാണ്. നന്ദിയുടെ ചിത്രം നെഗറ്റീവ് ശക്തികളിൽ നിന്നൊക്കെ നമ്മൾക്കൊരു പ്രതിരോധം നൽകും. അതുകൊണ്ട് തന്നെ ബിസിനസ് സ്ഥാപനത്തിൽ വരെ നിങ്ങൾക്ക് ഇങ്ങനെ നന്ദി കാളയുടെ ചിത്രം വയ്ക്കാവുന്നതാണ്. അത് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം, ദേവാദിദേവന്റെ അനുഗ്രഹം എത്തുന്നതിന് കൂടി സാധ്യമാകുന്നതാണ് അതിലൂടെ. പാലാഴി കഴിഞ്ഞപ്പോൾ ലഭിച്ച ഐശ്വര്യ ദേവതയാണ് കാമധേനു. പശുക്കളുടെ മാതാവായ കാമധേനുവിൻ്റെ ചിത്രം സൂക്ഷിക്കുന്നതും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നതിന് സഹായിക്കും. അത് സൂക്ഷിക്കേണ്ടത് വടക്ക് കിഴക്ക് ദർശനമായിട്ടാണ്. അത് സൂക്ഷിക്കുന്ന നിമിത്തവും എല്ലാവിധ ഗുണാനുഭവങ്ങളും ഒരു കുറവും കൂടാതെ നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ
നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരിക നിമിത്തം വലിയ ചിലവൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതുമായിരിക്കും. ഭാഗ്യത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി കൊണ്ടുവരുന്നതിന് നമ്മളാൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇരട്ടി നേട്ടമായി തന്നെ നമ്മൾക്കത് ഭവിക്കുന്നതുമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.